എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെ വിക്രത്തിന്റെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം ശ്രീജയുടെ ഫോണിനകത്ത് പൈസ ഇല്ലാഞ്ഞിട്ട് ശ്രീജ വേദയുടെ ഫോൺ മേടിച്ച് വിശ്വത്തെ വിളിക്കണം. കാരണം ഫുഡ് കഴിച്ചോ എങ്ങനെയാണെന്നും അറിയത്തില്ല. കാരണം കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ജോലിക്ക് പോകുന്നത്. അപ്പൊ പോയി കഴിഞ്ഞാലും ഭയങ്കര ടെൻഷനുണ്ട് ശ്രീജയ്ക്ക്. വിശ്വത്തിന്റെ കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. എപ്പോഴേത് നിമിഷത്തിലാ ജോലി വേണ്ടെന്ന് വെച്ച് ഇറങ്ങി പോരുന്നെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വിശ്വം പറഞ്ഞു, അതെ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാണ്ട് ഇരിക്കുവാന്നൊക്കെ പറയണം. എന്നാ ശരി വിശ്വേട്ടാ എന്നൊക്കെ പറഞ്ഞ് കോള് വെക്കുവാണ്. ഈ സമയം വിശ്വം അവിടെയൊന്നും ആയിരുന്നില്ല. വിശ്വം എന്ത് ചെയ്യണം, നല്ല മാന്യമായിട്ട് ശ്രീജ ഉണ്ടായിക്കൊടുത്ത് ഫുഡൊക്കെ കഴിച്ച് കടൽ തീരത്ത് പോയിരിക്കുവാണ്. അവിടെ പോയിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്ന, കാരണം ജോലിക്ക് പോയിട്ടില്ല. ജോലിക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു വിശ്വത്തിന്. അതുകൊണ്ട് ജോലിക്ക് പോകണ്ട, ഇത് നല്ല ഏർപ്പാടാണല്ലോ എന്ന് കരുതിയിട്ട് വിശ്വം അവിടെ നിന്ന് ഫുഡ് കഴിക്കുക. ആരും ഒട്ട് അറിയാനും പോകുന്നില്ല. ആ ഒരു ചിന്തയായിരുന്നു വിശ്വത്തിന് മനസ്സിൽ. പാവ ശ്രീജ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും വേദ വിക്രത്തെ വിളിക്കുകയാണ്. ഇതുവരെയായിട്ടും വിക്രത്തിനെ കണ്ടില്ല എന്ന് കരുതിട്ട് വിളിക്കുകയാണ്. പിന്നീട് വിക്രം എവിടെ എന്താന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും വിക്രം പറഞ്ഞു, അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. ഞാൻ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു അതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യമൊന്നും അല്ലെന്ന് പറയണ. ഇത് കേട്ടപ്പോ വേദ പറഞ്ഞു, വല്ല ജോലിക്ക് പോവാണ് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ജോലിക്കും പോവാതെ അലോടെ ഇല്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയണം. പക്ഷെ വിക്രം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. അതെ ഞാൻ എന്തേലും ചെയ്തോളാം, നീ ആ കാര്യത്തിൽ കൂടുതൽ തലയിടണ്ടെന്നൊക്കെ പറയണം. അങ്ങനെ വൈകുന്നേരം വിക്രം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദ എങ്ങോട്ടേക്ക് വന്നു. വേദ എന്നിട്ട് അല്ല ഇന്ന് നിങ്ങളിത് എവിടെ പോയതാന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞല്ലോ എന്റെ കാര്യത്തിൽ കൂടുതൽ തലയിടാൻ വരണ്ടെന്ന് പറയാം. ഓഹോ അങ്ങനെയല്ലേ, ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ ജോലി മതിയാക്കിയോ? എന്തെങ്കിലും നല്ലൊരു ജോലി സംഘടിപ്പിക്കാൻ നോക്ക്. വെറുതെ എന്തിനാ അച്ഛനെ അമ്മേനെ കൊണ്ട് ഇനിയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം വിക്രം പറഞ്ഞു, അതെ എനിക്കറിയാം എന്ത് ജോലി ചെയ്യണമെന്ന്, ഞാൻ ചെയ്തോളാം, നീ കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ വരണമെന്ന് പറയാം. അതങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞാലും മുട്ടായത്ത് വർത്താനല്ലേ പറയണേ. പോത്തുപോലെ വളർന്നിട്ടും നാണമില്ല ഇങ്ങനെയൊക്കെ നടക്കാൻ എന്നൊക്കെ പറഞ്ഞോണ്ട് വേദ കളിയാക്കുവാണ് വിക്രത്തിന് ദേഷ്യം വന്നു. ഞാൻ പറയണില്ല എന്നും പറഞ്ഞോണ്ട് വീണ്ടും വിക്രം എന്ത് ചെയ്യാണ്, വേദന ചീത്ത പറയണം. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ടോം ആൻഡ് ജെറി കളിക്കുകയാണ്. കാരണം വിക്രം ഒന്ന് പറയുമ്പോഴത്തേനും വേദ 4 പറയും. വേദ വിട്ടു കൊടുക്കത്തില്ല. അവസാനം വിക്രം പറഞ്ഞു, നിന്നെ ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറയണം. കൈ പോയിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദ എന്ത് ചെയ്യണം, അവിടെ ഇരുന്ന് ജഗ്ഗം കൊടുത്തു. തൊട്ടു പോയിട്ടുണ്ടെ ഈ ജഗ്ഗി വെച്ച് ഞാൻ തരുമെന്ന് പറയണം. ഒരു നിമിഷം വിക്രം ഞെട്ടിപ്പോയി. അവൾ പറഞ്ഞ തന്നെയാ. അതുകൊണ്ട് വിക്രം പേടിച്ചു. വിക്രം പിന്നെ ഒന്നും മിണ്ടിയില്ല. പിന്നീട് വേദ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. വേദയ്ക്ക് മനസ്സിലായി വിക്രത്തിന് ചെറിയ പേടിയും കാര്യമൊക്കെ ഉണ്ട്. കാരണം മറ്റൊന്നുമല്ല, താൻ എന്തേലും ചെയ്യൂന്ന് പറഞ്ഞാൽ ചെയ്യൂന്നൊരു ചിന്ത വിക്രത്തിന് മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയെന്നൊക്കെ കരുതുവാണ്. പിന്നീട് പിറ്റേ ദിവസം പതിവ് പോലെ തന്നെ വിശ്വം ജോലിക്ക് ഇറങ്ങുവാണ്. അപ്പൊ ശ്രീജ ചോറുമ്പതി എല്ലാം കെട്ടി കൊടുത്തു വിട്ടു. അങ്ങനെ വിശ്വം ബൈയൊക്കെ പറഞ്ഞങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീജ വേദന എടുത്തു വന്നിട്ട് പറഞ്ഞു, എനിക്ക് വിശ്വന്റെ ഈ മാറ്റം കണ്ട് ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോവാ. എല്ലാത്തിനും കാരണം വേദ ഉള്ളതുകൊണ്ടാന്ന് പറയാണ്. എത്രയും പെട്ടെന്ന് തന്നെ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം, അതൊക്കെ എന്റെ ആഗ്രഹം എന്നൊക്കെ വേദയോട് ശ്രീജ പറയണം. വേദ പറഞ്ഞു, എല്ലാം ശരിയാവും എടുത്തിന്നൊക്കെ പറയണം. പക്ഷേങ്കില് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും വേദയുടെ ഫോണിലേക്ക് കോള് വരുന്നുണ്ട്. അത് മറ്റാരും വരുന്നില്ല, വേദയുടെ കൂട്ടുകാരി രേഷ്മയാണ് വിളിച്ചത്. അങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന ഇടയ്ക്ക് വേദ വിശ്വേട്ടനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത്, എങ്ങനെയുണ്ട് വിശ്വേട്ടൻ വന്നിട്ട് അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേഷ്മ ആ കാര്യം പറയണേ. അതിന് ആ വിശ്വം ജോലിക്ക് വരുന്നില്ലെന്നാണല്ലോ ഹസ്ബൻഡ് പറഞ്ഞെന്ന് പറയാണ്. ജോലിക്ക് വരുന്നില്ലേ, അത് 2 ദിവസമായിട്ട് വരുന്നില്ലെന്നാ പറഞ്ഞെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സംശയമായി. അപ്പൊ വിശ്വേട്ടൻ ജോലിക്ക് പോകാതെ പിന്നെ എങ്ങോട്ടാ പോണേ എന്നൊരു ചിന്തയൊക്കെ വേദയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല, കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. വേറെ എങ്ങോട്ടാ പോകുന്നതെന്ന് തോന്നേ. അങ്ങനെയാണ് പഴയതുപോലെ തന്നെ ഇനിയും ആവർത്തിക്കാനാന്ന് തോന്നേ. പാവ ശ്രീജാടത്തേക്ക് ഇതൊന്നും അറിയത്തില്ലോ. വിശ്വേട്ടൻ വരുമ്പോൾ ചോദിക്കണം എന്താ എങ്ങനെയാന്നൊക്കെ ചോദിക്കാൻ തന്നെ വേദ തീരുമാനിക്കുകയാണ്. ഈ സമയം നന്ദിനി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, കുറിച്ചിട്ട് കിട്ടുന്ന ദിവസം ഇന്നാണ്. പിന്നീട് നന്ദിനി നേരെ വിനയന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ വിനയേട്ടാ നമുക്ക് ചിട്ടി കിട്ടി കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ഥലം വാങ്ങണമെന്ന് പറയണം. അത് പിന്നെ നീ പറയേണ്ട കാര്യമുണ്ടോ, എനിക്കറിയാവുന്ന കാര്യമല്ലേന്ന് ചോദിക്കും. സ്ഥലം വാങ്ങണം, അവിടെ ഒരു വീട് വെക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നന്ദിനി അങ്ങനെയാണ് രക്ഷപ്പെട്ടു, ഈ വീട്ടിൽ നിന്ന് പോയാലോ, പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വിനയൻ രാവിലെ ഇറങ്ങണേ. പക്ഷേങ്കില് വിനയനായിട്ട് നല്ല 8ന്റെ പണി തന്നെയാണ് കിട്ടിയത്. ഇത്രയും കാലം ഉറുമ്പ് സ്വരൂപിച്ച് വെക്കുന്ന പോലെ ഓരോ പൈസ വീട്ടുകാർക്ക് പോലും കൊടുക്കാതെ ഒളിച്ചും പാത്തും വെച്ച് അവസാനം ചിട്ടിക്ക് കൊണ്ടേ കൊടുത്തായിരുന്നു. പക്ഷേ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നുപോയി. ആ ചിട്ടി നടത്തുന്ന അയാള് ഒരു
ചതിയനായിരുന്നു. അയാൾ എന്ത് ചെയ്യുവാണ്, ആ പൈസ ആയിട്ട് അയാളും കൂടി മുങ്ങി. അവസാനം ചിട്ടിക്കമ്പനി പൂട്ടിക്കിടക്കുമായിരുന്നു പൈസ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പം. അപ്പൊ പൈസയ്ക്ക് വന്ന ആൾക്കാരൊക്കെ പൈസ കിട്ടാതെ തിരിച്ചുപോയി. അവർക്കെല്ലാം മനസ്സിലായി ചതി പറ്റിയെന്നുള്ള കാര്യം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവസ്ഥയായിപ്പോയി വിനയന് അവിടെ ഫ്രണ്ടിലിരിക്കുവാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ആൾക്കാരൊക്കെ വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കി. ആ കമ്പനിയൊക്കെ പൂട്ടിക്കിടക്കുവാണ്. അവസാനം ആൾക്കാരെല്ലാം വന്ന് അത് തല്ലിപ്പൊളിക്കാനൊക്കെ തുടങ്ങുകയാണ്. അങ്ങനെ പോലീസും കാര്യങ്ങളൊക്കെ വന്നു. വിനയന് മനസ്സിലായി താൻ അടച്ച പൈസ മൊത്തം നഷ്ടമായെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അവസാനം ഒന്നും അല്ലാത്തൊരവസ്ഥ വീട്ടിലേക്ക് കയറി വരുവാണ്. വന്നു കഴിയുമ്പോഴത്തേനും ഭയങ്കര സന്തോഷത്തോടെ നന്ദിനി അങ്ങോട്ട് ചെല്ലുന്നേ. പിന്നീട് നന്ദിനി എന്നിട്ട് വിനയേട്ട പൈസ കിട്ടിയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും വിനയന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. കാര്യം എന്താന്ന് തിരക്കി കഴിഞ്ഞപ്പോ വിനയൻ ഒന്നും മിണ്ടിയില്ല. മുറിയിലേക്ക് കയറിപ്പോയി. അതിനുശേഷമാണ് ആ കാര്യങ്ങളൊക്കെ പറയണേ. ചിട്ടി കിട്ടിയില്ല, ചിട്ടി കമ്പനി പൂട്ടിപ്പോയി, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അയാൾ ആ പൈസ കൊണ്ട് മുങ്ങിയതൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ നെഞ്ചത്തടിച്ച് നിലവിളിക്കുവാണ് നന്ദിനി. നന്ദിനിക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം ഇത്രയും കാലം എല്ലാരും പഠിച്ച വീട്ടില് സ്വന്തം അച്ഛനും അമ്മയ്ക്കും പോലും ഒരു പൈസ കൊടുക്കാതെ, അവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് പോലും ഒരു ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും മേടിച്ചു കൊടുക്കാതെ അത്ര പിശുക്കി വെച്ചോണ്ടിരുന്നതാണ്, ആർക്കും കൊടുക്കാതെ. അവസാനം പിശുക്കന്നെ മുതൽ ഉറുമ്പരിച്ചെന്ന് പറഞ്ഞാല് ആ പൈസ നഷ്ടത്തിലായി പോയി. നന്ദിനി ഇരുന്ന് കരയുവാണ്. നന്ദിനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. പിന്നീട് നന്ദിനി അങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേനും വേദ അവിടെ നിൽക്കുന്നുണ്ട്. വേദനെ കണ്ടപ്പോൾ നന്ദിനിക്ക് ഭയങ്കര സങ്കടമായി. വേദ ചോദിച്ചു, അല്ല നന്ദിനി അടുത്ത് ഇന്ന് ചിട്ടിപ്പൈസ കിട്ടുമെന്ന് പറഞ്ഞില്ലേ, എങ്ങനെയായി കിട്ടിയെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം നന്ദിനിയുടെ മുഖം അങ്ങോട്ട് സങ്കടം കൊണ്ട് വല്ലാതായിപ്പോയി. എന്ത് പറ്റി, എന്താ പറ്റി അടുത്തിന്ന് ചോദിക്കണം. അത് പിന്നെ ഒന്നും പറയണ്ട, ആ ചിട്ടി പോയെന്ന് പറയണേ. പോയോ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കണം. അവസാനം കാര്യങ്ങളൊക്കെ പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ ചോദിച്ചു, അല്ല അപ്പൊ ഇതൊന്നും അറിയത്തില്ലാതെയാണോ വിനയേട്ടൻ പോയി അതിന് കൂടിയാന്ന് ചോദിക്കാം. എനിക്കറിയത്തില്ല, പക്ഷേങ്കിൽ ആരോ ഇതിനകത്ത് കബളിപ്പിച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിനി കരയുവാണ്. പിന്നെ വേദ സമാധാനിപ്പിക്കുക. എത്രയാന്ന് പറഞ്ഞാലും എത്ര ക്രൂരത കാണിച്ചെന്ന് പറഞ്ഞാലും വേദയ്ക്ക് അങ്ങനെ തിരിച്ചു കാണിക്കാൻ പറ്റില്ലല്ലോ. പിന്നീട് വേദ പറഞ്ഞു, സമാധാനപ്പെട, എന്തേലും വഴിയുണ്ടോ എന്ന് നോക്കാം കിട്ടാനായിട്ട്. പക്ഷെ ഇത് വീട്ടിൽ പറയാൻ പറ്റില്ല. കാരണം വീട്ടുകാർക്ക് ആർക്കും അറിയത്തില്ല, വേറെ ആർക്കും അറിയത്തില്ല ഈ ചിട്ടിയുടെ കാര്യങ്ങളൊക്കെ. ആകെപ്പാടെ വേദയ്ക്ക് മാത്രം അറിയത്തുള്ളൂ. വേദ അറിഞ്ഞു പോലും ഈ കുറിച്ചിട്ടിക്ക് പൈസ കൊടുക്കാനായിട്ട് നന്ദിനി പോയ സമയത്താണ് അറിയുന്നത്. അപ്പൊ ഈ പൈസ പോയെന്നുള്ള കാര്യം അച്ഛനോടോ അമ്മയോടോ ആരോടും പറയാനായിട്ട് നന്ദിനിക്കോ വിനയനോ പറ്റില്ല. കാരണം പോയ പൈസ പോയെന്ന് തന്നെ കൂട്ടാനേ പറ്റുള്ളൂ. അങ്ങനെ സ്വരൂപിച്ച പൈസ പോയ നഷ്ടത്തിലായിരുന്നു അവര്. ഈ സമയത്ത് വിശ്വ എന്ത് ചെയ്യണം, വൈകുന്നേരം ഓഫീസ് വിട്ടു വരുന്ന കൃത്യസമയത്ത് തന്നെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ശ്രീജ പതിവ് പോലെ ഇറങ്ങി ചെന്ന് ചായ കൊടുത്തിട്ട് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും വേദ അങ്ങോട്ട് ചെന്നു. വേദ എന്നിട്ട് വിശ്വത്തിനോട് ജോലിക്കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. അപ്പൊ ജോലിക്കാര്യങ്ങളൊക്കെ തിരക്ക് കഴിയുമ്പോഴത്തേനും വിശ്വം ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ജോലി നല്ല രീതിയിലാണ് പോകുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ ചോദിച്ചു, അല്ല വിശ്വയുടെ ജോലിക്ക് പോയോന്ന് ചോദിക്കുന്നു. എന്താ വേദ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കണം. അവസാനം വേദ കയ്യോടെ പിടികൂടുവാണ്. അവസാനം വിശ്വത്തിന് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. പിന്നീട് വീട്ടിലെല്ലാവരും അറിയുവാണ് ഈ കാര്യം. ശ്രീജയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണത്. ശ്രീജ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല. ശ്രീജയ്ക്കാണ് വല്ലാത്ത വിഷമമായി. ശ്രീജ ആകെപ്പാടെ അടിമുടി അങ്ങോട്ട് തകർന്നു പോയി. പിന്നീട് ശ്രീജ എന്നിട്ട് വിശ്വത്തിനോട് പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇത്തവണയെങ്കിലും നിങ്ങൾ നന്നാവും എന്നുള്ള. നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞല്ലോ. എങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യാനായിട്ട്? മോളെ കൂട്ടിക്കൊണ്ട് വരാന്നുള്ള പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഇത്രയും കാലം എൻ്റെ വീട്ടുകാരെ നോക്കിയത്. ഇത്തവണയെങ്കിലും നിങ്ങൾ നോക്കും, അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്താം, എൻ്റെ മോളോടൊപ്പം എനിക്ക് കഴിയാന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എല്ലാം നശിപ്പിച്ച് കളഞ്ഞല്ലോ. നിങ്ങൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല, ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് വായി വന്നല്ല ശ്രീജ പറയാണ്. ശ്രീജയുടെ കരച്ചിലാണ്ടപ്പോ വേദയ്ക്ക് സങ്കടമായിപ്പോയി. നന്ദിനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇത്രയും ദിവസം അഹങ്കരിച്ച് പോയിക്കൊണ്ടിരുന്നല്ലേ, അങ്ങനെ പണി കിട്ടിയെന്നുള്ള രീതിക്കായിരുന്നു. പിന്നീട് മാഷിനാണെങ്കിലും എല്ലാവർക്കും സങ്കടം വന്നു. മാഷിന് പിന്നെ വിശ്വത്തിന്റെ സ്വഭാവം അറിയാം, ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടല്ലേ. മാഷ് മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം ശ്രീജയുടെ കരച്ചിലുണ്ടപ്പോ വേദയ്ക്ക് സഹിച്ചില്ല. വേദ ശ്രീജനെ ആശ്വസിപ്പിക്കണം, പോട്ടെ എന്ന് പറയണം. പക്ഷേങ്കിൽ ശ്രീജ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. ഇത്തവണ എന്താണെങ്കിലും ഞാൻ ഇതിനെ വിട്ടുകൂടാൻ ഉദ്ദേശിച്ചിട്ടില്ല. വേദ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇയാളോടൊപ്പം ഞാൻ ഇനി ജീവിക്കുന്നില്ല, ഒരു നിമിഷം പോലും ജീവിക്കുന്നില്ല, ഞാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ബാഗ് കെട്ടിപ്പറക്കാൻ തുടങ്ങുന്ന സമയത്ത് വേദ പറഞ്ഞു, വേണ്ട ശ്രീജടുത്ത് നിൽക്കോ, ഒരവസരം കൂടെ താം, അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. ഇന്നല്ലെങ്കിൽ നാളെ വിശ്വേട്ടൻ നന്നാവുന്ന ഒരു പ്രതീക്ഷയോടെ വേണം നമുക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട്. ഒരു തവണത്തേക്ക് ക്ഷമിക്കുക, ഒരു തവണത്തേക്ക് ഒരു അവസരം താ, നമുക്ക് വിശ്വേട്ടൻ നന്നാക്കി എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിധത്തില് ശ്രീജേനെ അന്വയിപ്പിച്ച് അവിടെ നിർത്തുവാണ്. കാരണം വേദയ്ക്കറിയാം ശ്രീജേടത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി തീരും. അതുകൊണ്ട് ഒരു കാരണവശാലും പറഞ്ഞു വിടാനായിട്ട് വേദയുടെ മനസ്സ് വന്നില്ല. ഈ സമയത്ത്
വിക്രം എന്ത് ചെയ്യണം ഇതൊക്കെ അറിഞ്ഞപ്പോ വിക്രത്തിന് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ആ ദേഷ്യം മൊത്തം വേദ പോയി തീർക്കുന്ന വിക്രത്തിന്റെ ഇടയിലേക്ക് എല്ലുവാണ്. പിന്നീട് വിക്രത്തോട് പറഞ്ഞു, അല്ലേലും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ചേട്ടനും അനിയനും എല്ലാരും ഈ സ്വഭാവക്കാരല്ലേന്ന് ചോദിക്കുകയാണ്. ഇതേട്ടൻ വിക്രം പറഞ്ഞു, അത് ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയണേ? ഒന്നും ചെയ്തില്ല. ഒരു കണക്കിന് പറഞ്ഞ രണ്ടുപേരും ഒരു വെള്ളത്തിൽ കെട്ടാം. കാരണം എന്താണെന്നറിയാവോ, ഒരാൾക്ക് ജോലിയും കൂലിയും ഇല്ലാതെ ഒരാൾ വെറുതെ കുത്തിയിരിക്കുന്നു, നിങ്ങളോ ഗുണ്ടാപ്പണിയെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ബാലത്തിൽ രണ്ടുപേർക്കും ജോലിയൊന്നും ഇല്ല, വീട്ടുകാർക്ക് അതുകൊണ്ട് ഒരു ഗുണമില്ല എന്ന് പറയാണ്. ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു, അതെ വിശ്വേട്ടൻ എന്തെങ്കിലും കാണിച്ചെന്ന് പറഞ്ഞോണ്ട് ആ പേരും പറഞ്ഞോണ്ട് എന്റെ ദേഹത്തേക്ക് കുതിര കയറാൻ വരണ്ടെന്ന് പറയാണ്. പിന്നീട് വേദ പറഞ്ഞു, കുടുംബത്തില് 2-3 ആണുങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ടോ? എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ? അച്ഛൻ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടല്ലോ? ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. പക്ഷേങ്കിൽ ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. വിശ്വേണ്ണൻ ഇപ്പൊ ഇങ്ങനെ ഒരു പണി കാണിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വേണ്ണൻ ഉറപ്പായിട്ട് ജോലിക്ക് വിടുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദ ചൂടാവാണ്. ഇത് കേട്ടപ്പോ വിക്രം പറഞ്ഞു, നീ എന്നെ എന്ത് വേണം ചെയ്യുക, ഞാൻ എന്നോട് പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വിക്രം അങ്ങോട്ട് പോകുന്നതിനുമ്പത്തിനും വേദ പറഞ്ഞു, അതെ നിങ്ങളെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, നിങ്ങളെ കൊണ്ട് ഞാൻ ജോലി ചെയ്യിക്കും, നിങ്ങളെ ജോലിക്ക് പറഞ്ഞു വിടുമെന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, പിന്നെ നീയും കൂടെ വന്നാലും മതി എന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, വിക്രമ ഞാനാ പറയണേ, നിങ്ങളെ ഞാൻ നന്നാക്കൂന്ന് പറഞ്ഞാൽ നന്നാക്കൂന്ന് പറയണം. അങ്ങനെ ചില ദൃഢപ്രതിജ്ഞകളൊക്കെ വേദ എടുക്കുകയാണ്. പിന്നീട് വേദയ്ക്ക് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ അവസാനം വേദയുടെ പ്രാർത്ഥന കേട്ടാണോ എന്തോ വേദേനെ സഹായിക്കാനായിട്ട് അങ്ങനെ വിക്രത്തിന്റെ അച്ഛമ്മ എത്തുവാണ്. അപ്പൊ ഇതുവരെയായിട്ടും വേദ അച്ഛമ്മേനെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് അച്ഛമ്മ ആ വീട്ടിലേക്ക് വേദ വന്നതിന് ശേഷം വരുന്നത്. അങ്ങനെ അച്ഛമ്മ വരുവാണ്. അച്ഛമ്മ ഭയങ്കര സെറ്റപ്പ് ആള്. കാരണം വിക്രത്തിനും എന്തിനേറെ പറയുന്നു, മാഷിന് പോലും അച്ഛമ്മേനെ ഭയങ്കര ഭയമാണ്. അങ്ങനെ അച്ഛമ്മ വന്നിറങ്ങണം. അച്ഛമ്മനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ വേദയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, അച്ഛമ്മ മാത്രം മതി തന്നോടൊപ്പം നിൽക്കുവാണെങ്കിൽ ഈ കുടുംബത്തെ ഒന്ന് നന്നാക്കി എടുക്കാണ്ട് തനിക്ക് പറ്റും എന്നൊരു ചിന്തയൊക്കെ വേദയുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അച്ഛമ്മ വേദയും ചേർന്നിട്ട് ഇനിയിപ്പോൾ ആ കുടുംബത്തെ നന്നാക്കാൻ വേണ്ടി അവിടുത്തെ ആണുങ്ങളെ വിശ്വത്തിനെ വിക്രത്തിനെയൊക്കെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങി തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.